വീണ്ടും വാർത്തകളിലേക്ക്. ദേശീയതയുടെ ശബ്ദവുമായി ജന്മഭൂമി ദിനപത്രം 50-ാം വർഷത്തിലേക്ക്. ജന്മഭൂമി സുവർണ ജൂബിലി ആഘോഷങ്ങൾക്കായി അനന്തപുരി ഒരുങ്ങുകയാണ്. 5 ദിവസങ്ങളിലായിട്ടാണ് വാർഷികാഘോഷ പരിപാടികൾ ഒരുക്കിയിട്ടുള്ളത്. നാളെ തിരുവനന്തപുരം പൂജപ്പുര ഗ്രൗണ്ടിൽ ആരംഭിക്കുന്ന സുവർണ ജൂബിലി ആഘോഷ പരിപാടി കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്യും. ദേശീയതയുടെ മുഖവുമായി ജന്മഭൂമി ദിനപത്രം 50 വയസ്സ് പൂർത്തിയാക്കുമ്പോൾ വൈഭവ ഭാരതം, വികസിത കേരളം, വിഷൻ അനന്തപുരി എന്ന സന്ദേശമുയർത്തിയാണ് സുവർണ ജൂബിലി ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിക്കുന്നത്. മെയ് 7-ാം തീയതി വൈകുന്നേരം 5:30 കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ സുവർണ ജൂബിലി ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കും. ലഹരിക്കെതിരെയും തീവ്രവാദത്തിനെതിരെയും പ്രത്യേക സംവാദ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഒരു വലിയ പബ്ലിക് പ്രോഗ്രാംസ് 2 വിഷയങ്ങളിൽ, ഒന്ന് ലഹരിക്കെതിരെ ഈ നമ്മുടെ 5000 അമ്മമാരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വലിയൊരു സമ്മേളനം ഇവിടെ നമുക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട്. അത് 10-ാം തീയതിയാണ് നടക്കുന്നത്. അതുപോലെ തന്നെ 9-ാം തീയതി നമ്മളെ ഗവർണർ ഉദ്ഘാടനം ചെയ്യുന്ന നമ്മളെ തീവ്രവാദത്തിനെതിരെയുള്ള യുവശക്തിയുടെ ഒരു സംഗമം ഇവിടെ നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട എല്ലാ മേഖലയിൽ നിന്നുള്ള ആൾക്കാർ അതിൻ്റെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടെ എത്തുന്നുണ്ട്. വികസിത കേരളം സെമിനാറുകളും അനന്തപുരിയുടെ മുഖച്ഛായ മാറ്റുന്ന പദ്ധതികളുടെ ചർച്ചകളും 5 ദിവസങ്ങളിലായി ഒരുക്കിയിട്ടുണ്ട്. കാർഷികം, ഉന്നത വിദ്യാഭ്യാസം, ടൂറിസം, കായികം, ആരോഗ്യം, ഗതാഗതം, വിഴിഞ്ഞം തുറമുഖം തുടങ്ങിയ വിഷയങ്ങളിൽ വിദഗ്ധർ സംസാരിക്കും. ജന്മഭൂമി എല്ലാ വർഷവും നൽകി വരുന്ന ലെജൻഡ് ഓഫ് കേരള പുരസ്കാരം പ്രശസ്ത ഗായിക KS ചിത്രയ്ക്ക് സമ്മാനിക്കും. കൂടാതെ എല്ലാ ദിവസവും വൈകുന്നേരം കലാപരിപാടികളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മലയാള മാധ്യമ രംഗത്ത് ദേശീയതയുടെ ചിന്താധാരയും മുഖവുമാണ് ജന്മഭൂമി. ജന്മഭൂമിയുടെ യാത്ര 50 വർഷങ്ങളിലേക്ക് എത്തി നിൽക്കുകയാണ്. ജന്മഭൂമി സുവർണാഘോഷത്തിൻ്റെ എല്ലാ ഒരുക്കങ്ങളും പൂജപ്പുര ഗ്രൗണ്ടിൽ പൂർത്തിയായിട്ടുണ്ട്. ക്യാമറമാൻ രഞ്ജിത് മോഹനോടൊപ്പം ടിൻഡുദാസ്, ജനം, തിരുവനന്തപുരം.